എന്താണ് കാരണം എന്നതിനെ പറ്റി എന്തെങ്കിലും സൂചന എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടോ ബൽറാം? അതിന്റെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമാവില്ല ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ നേരത്തെ ബൽറാം പറഞ്ഞതുപോലെ പല ഒരു മൊഡ്യൂൾ തകർക്കപ്പെട്ട ദിവസം കൂടിയാണ് ഇന്ന്. ഒരു വലിയ ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയെന്ന അതോറിറ്റീസ് പറഞ്ഞൊരു ദിവസം കൂടിയാണ്. അതിന് തുടർച്ച വല്ലതും ആണോ എന്ന കാര്യം നമുക്ക് എപ്പോഴാണ് അറിയാൻ. മാത്രമല്ല ഇത് ബൽറാം ഇതൊരു ഹൈ സെക്യൂരിറ്റി സോണല്ലേ എന്ന് പറഞ്ഞാൽ പല ടയർ പരിശോധനയുള്ള പല ലെയർ പരിശോധനയുള്ള ഒരു ഹൈ സെക്യൂരിറ്റി സോണല്ലേ നമ്മൾ ഈ പറയുന്ന സ്ഥലം ബൽറാം? ഹഷ്മി, തീർച്ചയായും ഇതൊരു ഹൈ സെക്യൂരിറ്റി സോൺ തന്നെയാണ്. റിപ്പബ്ലിക് ദിനത്തിൽ പ്രധാനമന്ത്രി ചെങ്കോട്ടയിലാണ് പതാക ഉയർത്തുന്നത്. സ്വാതന്ത്ര്യ ദിനത്തിൽ ഇത്തരത്തിൽ സ്ഥിരമായി തന്നെ തന്ത്രപ്രധാനമായ ഒരു ഇടമായതുകൊണ്ട് തന്നെ പല ടയർ സുരക്ഷ ഇവിടെ ഉണ്ടാകും. സാധാരണ നിലയിലുള്ള സുരക്ഷാ ഗേറ്റുകൾ വഴിയുള്ള പരിശോധന, സ്കാനിംഗ് അടക്കമുള്ളവ പ്രധാന ഇടങ്ങളിൽ, പ്രവേശന ഇടങ്ങളിലെല്ലാം തന്നെ ഇവിടെ ഉണ്ടാകും. ഇതിനേക്കാൾ കൂടുതലായി തന്നെ മറ്റ് പോലീസ് സേന, രഹസ്യാന്വേഷണ വിഭാഗത്തെ ഈ മേഖലയിൽ സ്ഥിരമായി തന്നെ വിന്യസിക്കുകയും പതിവുണ്ട്. അത്തരത്തിലുള്ള അസ്വാഭാവികമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉടനടി തന്നെ കണ്ടെത്താൻ കഴിയുന്ന തരത്തിലുള്ള പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരെ ഈ മേഖലയിൽ വിന്യസിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മേഖലയിലെ സ്ഫോടനം നടന്നു എന്നുള്ളത് ഏറ്റവും തന്ത്രപ്രധാനമായി മാറുന്നതും. ഒരേ സമയം തന്നെ ഇത്തരത്തിൽ അതീവ സുരക്ഷയുള്ള മേഖലയും ഒപ്പം സമീപത്തായി തന്നെ ഒരു മാർക്കറ്റും സ്ഥിതി ചെയ്യുന്ന തിരക്കേറിയ ജനങ്ങൾ പതിവായി എത്തുന്ന ഒരു ഇടമാണ് ഈ റെഡ് ഫോർട്ട് മേഖല എന്നുള്ളത്. ഇത്തരം ഒരു മേഖലയിൽ ഒരു സ്ഫോടനം ഉണ്ടായി എന്ന് തന്നെയാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും. നിലവിൽ ഇപ്പോൾ ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖല പൂർണ്ണമായും അടച്ച് പോലീസ് ജനങ്ങളെ ഈ പ്രദേശത്ത് നിന്നും ഒഴിപ്പിക്കുകയാണ്. അത്യന്തം ശക്തമായ സ്ഫോടനം തന്നെയാണ് ഇവിടെ ഉണ്ടായത് എന്ന് തന്നെയാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. 3 പേർക്ക് പരിക്കേറ്റതായുള്ള സ്ഥിരീകരണമുണ്ട്. അതിൽ കൂടുതൽ എത്രത്തോളം ആഘാതം ഈ സ്ഫോടനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ വരേണ്ടതുണ്ട്. രാജ്യ തലസ്ഥാനത്ത് തന്ത്രപ്രധാനമായ ഒരു ഇടത്താണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് അത്യന്തം ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഒരു ഭീകരവാദ സംഘടനയുടെ ആക്രമണ പദ്ധതി ഇന്ന് പോലീസ് സംഘം തകർത്തിരുന്നു. ജമ്മു കശ്മീർ പോലീസിന്റെയും ഹരിയാന പോലീസിന്റെയും സംയുക്തമായ നീക്കത്തിലാണ് ഈ ഭീകരവാദ ആക്രമണ പദ്ധതി തകർക്കുകയും വലിയ തോതിലുള്ള 2900 കിലോ സ്ഫോടക വസ്തുക്കൾ, അത് സമീപകാലത്ത് പിടികൂടിയതിൽ ഏറ്റവും ഉയർന്ന അളവിലുള്ള സ്ഫോടക വസ്തു ശേഖരമാണ് ഈ ഭീകരവാദികളിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള ശൃംഖലയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു സ്ഫോടനം രാജ്യത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ ഒന്നിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അത്യന്തം ഗൗരവത്തോടെ കാണുന്നു. ഇതിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അവർ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏത് തരത്തിലുള്ള സ്ഫോടനമാണ്, ഒരു അട്ടിമറി, സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടാക്കിയ സ്ഫോടനമാണോ അല്ലെങ്കിൽ ഒരു അപകടത്തിന്റെ ഭാഗമായി ഉണ്ടായ സ്ഫോടനമാണോ എന്നത് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.